Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് അനലൈസിംഗ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന യൂണിറ്റ്. ആ യൂണിറ്റിലെ ഓപ്പൺ വിൻഡോ എന്ന സാഖിയുടെ സ്റ്റോറി. അപ്പോൾ നമ്മൾ ആ സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ സ്റ്റോറിയുടെ ഒരു പകുതി ഹാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ ബാക്കി സെക്കൻഡ് ഹാഫ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവിടുന്നാണ്. ഷീ ബ്രോക്ക് ഓഫ് വിത്ത് എ ലിറ്റിൽ ഷഡർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് വെറയുടെ സംസാരത്തെ കുറിച്ചാണ്. അങ്ങനെ അവളിങ്ങനെ ആ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ നട്ടലുമായിട്ട്. അപ്പോൾ ആ സംസാരത്തിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളൊരു ചെറിയ വിറയലോടുകൂടി കുറച്ച് അവളെ സംസാരം ഒന്ന് വൈകാരികമായിട്ട് അവൾ ആ സംസാരം ഒന്ന് നിർത്തി. ഇറ്റ് വാസ് എ റിലീഫ് ടു ഫ്രാംപ്ടൺ. അവൾ ആ നിർത്തിയത് ഇറ്റ് വാസ് എ റിലീഫ് ടു ഫ്രാംപ്ടൺ. ആ സമയത്ത് അത് ഫ്രാംപ്ടൺ ഒരു ആശ്വാസമായി. അവളെ സംസാരം നിർത്തിയതല്ല. വെൻ ദ ആന്റ് bustled into the room with a word of apologies for being late in making her appearance. അതായത് ആ ഒരു സമയത്താണ് ആ റൂമിലേക്ക് ആൻറ്റി വരുന്നത്, മീൻസ് മിസ്സിസ് സാപ്പിൾട്ടൺ വരുന്നത്. എങ്ങനെയാണ് അവർ വരുന്നത്? bustled into the room with a word of apologies for being late in making her appearance. അതായത് അവർ വരാൻ ഇത്രയും താമസിച്ചതിന്, അവരുടെ അപ്പിയറൻസ് അല്പം വൈകിയതിന് ഒരുപാട് ക്ഷമാപണവുമായിട്ട് വേർഡ് ഓഫ് അപ്പോളജീസ്. ഇവിടെ വേർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ക്ഷമാപണങ്ങൾ. ആകെ അതിൻ്റെ ഒരു കറക്കം. ശരിക്കും വേർഡ് എന്ന വാക്കിനർത്ഥം കറക്കം, തിരിച്ചിൽ എന്നൊക്കെയാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒരുപാട് ക്ഷമാപണങ്ങളുമായിട്ട്, അപ്പോളജീസ് മീൻസ് സോറി, ഒരുപാട് സോറിയുമായിട്ട് ക്ഷമാപണങ്ങളുമായിട്ടാണ് അവർ ബിസിൽഡ് പെട്ടെന്ന് വരിക. ഐ ഹോപ്പ്, അവൾ വന്നിട്ട് അവർ പറയാണ് വെറ ഹാസ് ബീൻ അമ്യൂസിങ് യു. നിങ്ങളെ ഇത്രയും സമയം ബോറടിച്ചില്ലല്ലോ, നിങ്ങളെ വെറ രസിപ്പിച്ചില്ലേ, ഇതാണ് അവർ പറഞ്ഞത്. ഷീ ഹാസ് ബീൻ വെരി ഇൻട്രസ്റ്റിംഗ് സെഡ് ഫ്രാംപ്ടൺ. അപ്പോൾ ഫ്രാംപ്ടണും സമ്മതിക്കുകയാണ്. ഫ്രാംപ്ടൺ മറുപടി ആയിട്ട് പറയാണ് മോശമൊന്നുമല്ല, വെറ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഐ ഹോപ്പ് യു ഡോണ്ട് മൈൻഡ് ദ ഓപ്പൺ വിൻഡോ സെഡ് മിസ്സിസ് സാപ്പിൾട്ടൺ ബ്രിസ്കിലി. അടുത്തതായിട്ട് മിസ്സിസ് സാപ്പിൾട്ടൺ വളരെ ആവേശത്തോടെ, ബ്രിസ്ക് എനർജറ്റിക് ആയിട്ട്, വളരെ ഉത്സാഹത്തോടു കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ തുറന്നിട്ടിരിക്കുന്ന ഓപ്പൺ വിൻഡോ അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ ഇവരും അമ്മായിയും നേരെ ആ വിൻഡോയെ കുറിച്ച് ഏകദേശം വെറ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണ് അമ്മായിയും സംസാരിച്ചു തുടങ്ങുന്നത്. അടുത്തതായിട്ട് അമ്മായി പറയാണ് മൈ ഹസ്ബൻഡ് ആൻഡ് ബ്രദേഴ്സ് വിൽ ബി ഹോം ഡയറക്ട്ലി ഫ്രം ഷൂട്ടിംഗ്. എൻ്റെ ഹസ്ബൻഡും അതുപോലെ ബ്രദേഴ്സും ഷൂട്ടിങ്ങിൽ നിന്നും നേരെ ഇപ്പോൾ വരും. ദേ ഓൾവേസ് കം ഇൻ ദിസ് വേ. സാധാരണ അവര് ഈ വഴിക്കാണ് അവര് വരാറുള്ളത്. ദേ ഹാവ് ബീൻ ഔട്ട് ഫോർ സ്നിപ്പ് ഇൻ ദ മാർഷസ് ടുഡേ. ഇന്ന് അവര് ചതുപ്പില് സ്നിപ്പ് ഷൂട്ടിങ്ങിന് വേണ്ടി, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്നിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡാണെന്ന്. അപ്പൊ സ്നിപ്പിനെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മാർഷില് പോയിരിക്കാണ്. സോ ദേ വിൽ മേക്ക് എ ഫൈൻ മെസ് ഓവർ മൈ പുവർ കാർപ്പറ്റ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമ്പോൾ, കാരണം ചതുപ്പിലെന്ന് പറയുമ്പോൾ അവിടെ ചളി ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെൻ്റെ കാർപ്പറ്റിലൊക്കെ, എൻ്റെ നല്ല കാർപ്പറ്റിലൊക്കെ അവർ അഴുക്കാക്കും. സോ ലൈക്ക് യു മെൻ ഫോൾ ഈസൻ്റ് ഇറ്റ്. ഇത് പറഞ്ഞിട്ട് മിസ്റ്റർ നട്ടലിനോട് ചോദിക്കാണ്, നിങ്ങൾ പുരുഷന്മാർ ഇങ്ങനെയല്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് വലിയ ശ്രദ്ധയൊന്നുമില്ല.
അവരാ ചെളിയും അഴുക്കുമായിട്ടെല്ലാം വീട്ടിലേക്ക് കയറി വരും എന്നാണ് അവർ പറയുന്നത്. ഷീ റാറ്റിൽഡ് ഓൺ ചിയർഫുള്ളി അബൌട്ട് ദ ഷൂട്ടിംഗ്. അതിനുശേഷം സാപ്പിൾട്ടൺ വളരെ ആവേശത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി ഷൂട്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു. ദ സ്കെയർസിറ്റി ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ സ്കെയർസിറ്റി, കുറവിനെ കുറിച്ചും, പക്ഷികൾ കിട്ടാനുള്ള സാധ്യതയില്ലായ്മ, സ്കെയേഴ്സ് ദൗർലഭ്യം, അതായത് കുറവ്, ആബ്സെൻസ്, ആൻഡ് ദി പ്രോസ്പെക്ട്സ് ഫോർ ഡെക്ക് ഇൻ ദ വിന്റർ. അതുപോലെ തന്നെ ഈ വിന്റർ സീസണിൽ പക്ഷികളെക്കാൾ കൂടുതൽ സാധ്യത ഡെക്കിനെ കിട്ടാനാണെന്നും അവർ പറയുന്നു. ടു ഫ്രാംപ്ടൺ ഇറ്റ് വാസ് ആൾ പ്യുവർലി ഹൊറിബിൾ. എന്നാൽ ഫ്രാംപ്ടനെ കുറിച്ച് ഈ സംസാരം അയാൾക്ക് ഇത് കേൾക്കുക എന്നുള്ളത് വളരെ ഹൊറിബിൾ, വളരെ അസഹനീയമായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരം. ഹി മെയ്ഡ് എ ഡെസ്പെറേറ്റ് ബട്ട് ഓൺലി പാർഷ്യലി സക്സസ്ഫുൾ എഫേർട്ട്. അയാളൊരു വിഫല ശ്രമം, ഭാഗികമായിട്ട്, പാർഷ്യലി ഭാഗികമായിട്ട് വേണമെങ്കിൽ വിജയിച്ചു എന്ന് പറയാമെങ്കിലും ഒരു ഡെസ്പെറേറ്റ്, ഒരു നിരാശയുടെ ഒരു വിഫല ശ്രമം മിസ്റ്റർ നട്ടൽ നടത്തി. എന്തിനു വേണ്ടിയുള്ള ശ്രമം? ടു ടേൺ ദ ടോക്ക്, ആ സംസാരത്തെ, ആ സ്ത്രീ ആ ഷൂട്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഹണ്ടിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പൊ ഈ വിഷയം ഒന്ന് മാറ്റാൻ, ഓൺ ടു എ ലെസ് ഗാസ്റ്റ്ലി ടോപ്പിക്, ഇത്രയ്ക്കും പ്രാധാന്യമില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് സംസാരത്തെ തിരിച്ചുവിടാൻ അയാളൊന്ന് ശ്രമിച്ചു. നമുക്കറിയാം, ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഷയം മാറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഉണ്ടല്ലോ, ആ വിഷയത്തെക്കാൾ ഒന്നുകൂടി പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ എടുത്തു തരണം. അപ്പം ഇവിടെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തോളം പ്രാധാന്യമില്ലാത്ത വിഷയമാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പം എന്താണ് അയാൾ പറയുന്നതെന്നറിയോ? അയാൾ പറയാണ്, ഹി വാസ് കോൺഷ്യസ് ദാറ്റ് ഹിസ് ഹോസ്റ്റസ് വാസ് ഗിവിംഗ് ഹിം ഓൺലി എ ഫ്രാഗ്മെന്റ് ഓഫ് ഹിസ് അറ്റൻഷൻ. അയാൾക്ക് ഈ ഒരു ശ്രമം നടത്തുമ്പോൾ, അയാൾ സംസാരിക്കുമ്പോൾ തന്നെ അയാൾക്കറിയാം തൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റസ്, അതായത് സാപ്പിൾട്ടൺ, ഭാഗികമായിട്ട് മാത്രമേ താൻ പറയുന്നത് കേൾക്കുന്നുള്ളൂ. സാപ്പിൾട്ടൺ മുഴുവനായിട്ടും താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. അവർ ഓൺലി എ ഫ്രാഗ്മെന്റ് ഓഫ് ഹർ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധയിലെ ഫ്രാഗ്മെന്റ്, ഒരല്പം, ഒരു കഷ്ണം, കുറച്ച് ശ്രദ്ധ. അപ്പൊ സംസാരിക്കുന്നതിലേക്ക് മുഴുവനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ നട്ടൽ സംസാരിക്കുന്നത് കൃത്യമായിട്ട് സാപ്പിൾട്ടൺ ശ്രദ്ധിക്കുന്നില്ല. അവരെവിടെ നോക്കുന്നത്? ഹെർ ഐസ് വേർ കോൺസ്റ്റന്റ്ലി സ്ട്രെയിങ് പാസ്റ്റ് ഹിം. പക്ഷേ അവരുടെ കണ്ണുകള് അയാളെയും കടന്നു പോകുന്നുണ്ട്. അയാളുടെ കണ്ണുകള് അവരുടെ മുഖത്ത്, അവരുടെ മിസ്സിസ് സാപ്പിൾട്ടന്റെ കണ്ണുകള് അയാളുടെ മുഖത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. പകരം ആ കണ്ണുകള് അയാളെയും കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങോട്ടല്ല ശ്രദ്ധിക്കുന്നത്, ടു ദ ഓപ്പൺ വിൻഡോ. അപ്പൊ അവള് നോക്കുന്നത് ആ തുറന്നിട്ടിരിക്കുന്ന വിൻഡോയിലേക്കാണ്. കാരണം അവിടെ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പോയ ആളുകൾ തിരിച്ചു വരുന്നുണ്ടോ? അപ്പൊ അവര് നോക്കുന്നത് ടു ദ ഓപ്പൺ വിൻഡോ ആൻഡ് ദ ലോൺ ബിയോണ്ട്. അപ്പൊ അവര് നോക്കുന്നത് ആ തുറന്നിട്ടിരിക്കുന്ന ജനാലയിലോട്ടും ഓപ്പൺ വിൻഡോയിലേക്കും ആ വിൻഡോയുടെ അപ്പുറത്തുള്ള മുറ്റത്തേക്കും അല്ലെങ്കിൽ ആ പുൽത്തകിടിയിലേക്കുമാണ് മിസ്സിസ് സാപ്പിൾട്ടൺ നോക്കുന്നത്. ഇറ്റ് വാസ് സെർട്ടൻലി ആൻ അൺഫോർച്ചുനേറ്റ് കോയിൻസിഡൻസ്. ഇതൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കോയിൻസിഡൻസ്. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാം. വെറും അപ്രതീക്ഷിതമായി സംഭവിച്ചു എന്ന് മാത്രമല്ല, ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയി, നിർഭാഗ്യകരമായി, ദാറ്റ് ഹി ഷുഡ് ഹാവ് പെയ്ഡ് ഹിസ് വിസിറ്റ് ഓൺ ദിസ് ട്രാജിക് ആനിവേഴ്സറി. അതായത് അയാൾ ചിന്തിക്കുകയാണ്, അതായത് ആ വീട്ടിൽ ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തിന്റെ ആനിവേഴ്സറിയിൽ തന്നെ അയാൾ ആ വീട്ടിലെത്തി എന്നുള്ളത്, അയാൾ ആ വീട് സന്ദർശിച്ചു എന്നുള്ളത് അയാളുടെ ലൈഫിൽ അതൊരു നിർഭാഗ്യകരമായ ഒരു കാര്യമായി.
നോക്കൂ, അയാൾ പറയാണ്. ഇനി എന്താണ് അയാൾ പറയുന്നത്? അപ്പൊ അയാൾ വിഷയം മാറ്റാനുള്ള അയാളുടെ സംസാരമാണ് ഇതെല്ലാം. അപ്പൊ അയാൾ പിന്നെ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് അറിയോ? വിഷയം മാറ്റാൻ അയാൾ മറ്റൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് നട്ടല് പറയുന്നത് അറിയോ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട്? ദ ഡോക്ടേഴ്സ് അഗ്രി ഇൻ ഓർഡറിങ് മീ കംപ്ലീറ്റ് റെസ്റ്റ്. ഡോക്ടേഴ്സ് എല്ലാം എനിക്ക് പൂർണ്ണ റെസ്റ്റ് വേണമെന്ന്, എനിക്ക് പൂർണ്ണ വിശ്രമം, കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് എല്ലാം അഗ്രി ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഡോക്ടേഴ്സിനെല്ലാം ഒരേ അഭിപ്രായമാണ്. An absence of mental excitement and violence of anything in the nature of violent physical exercise. അതായത് എല്ലാവരും പറയുന്നത് എനിക്ക് റെസ്റ്റ് വേണം, മാത്രമല്ല മെന്റൽ എക്സൈറ്റ്മെന്റ് പാടില്ല, മാനസികമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവരുത്. അത് മാത്രമല്ല അവോയ്ഡൻസ് ഓഫ് എനിത്തിങ് ഇൻ ദ നേച്ചർ ഓഫ് വയലന്റ് ഫിസിക്കൽ എക്സസൈസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസിന്റെ, അക്രമത്തിന്റെ സ്വഭാവമുള്ള ആ ഒരു നേച്ചറുള്ള എല്ലാം ഒഴിവാക്കണം. അതായത് അക്രമമുള്ള, മാനസികമായിട്ട് ടെൻസ്ഡ് ആക്കുന്ന, മെന്റൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ വയലന്റ് നേച്ചറുള്ളതെല്ലാം അത്തരം സാഹചര്യങ്ങളിലേക്ക്, അത്തരം സ്ഥലങ്ങളിലേക്ക്, സന്ദർഭങ്ങളിലേക്ക് ഒന്നും പോവരുത് എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതെന്ന് അനൗൺസ്ഡ് ഫ്രാംപ്ടൺ. മിസ്സിസ് ആപ്പിൾട്ടനോട് ഫ്രാംപ്ടൺ പറഞ്ഞു. Who labored under the tolerably widespread delusion that total strangers and chance acquaintances are hungry for the least detail of one's ailments and infirmities, their cause and cure. അതോടൊപ്പം തന്നെ ഇയാൾ പറയാണ്, നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ, സ്ട്രേഞ്ചേഴ്സ്, അതുപോലെ തന്നെ അപരിചിതര്, അപ്രതീക്ഷിതമായിട്ട് ബൈ ചാൻസിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് നമ്മളുടെ രോഗങ്ങളെ കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ നമ്മളുടെ പോരായ്മകളെ കുറിച്ച് അറിയാനും, അതുപോലെ തന്നെ ദെയർ കോസ് ആൻഡ് ക്യൂർ, അതിൻ്റെ കാരണത്തെക്കുറിച്ചും, അതുപോലെ തന്നെ അതിൻ്റെ ക്യൂർ, അത് എങ്ങനെ ഭേദപ്പെടുത്താം, ഇത്തരം കാര്യങ്ങൾ അറിയാനായിരിക്കും സ്ട്രേഞ്ചേഴ്സിനും അതുപോലെ തന്നെ അക്വൈൻറ്റൻസസ്, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ബൈ ചാൻസിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് നമ്മുടെ രോഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ പോരായ്മകളെക്കുറിച്ചും ഡിഫോമിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ക്യൂർ, അതെങ്ങനെ ഭേദപ്പെടുത്താം, അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും. അപ്പൊ എയിൽമെന്റ്സ്, ഇൻഫോർമിറ്റീസ്, എയിൽമെന്റ്സ് രോഗങ്ങൾ, ഡിസീസസ്, അതുപോലെ തന്നെ ഇൻഫോർമിറ്റീസിനെ കുറിച്ച് അറിയാനുമായിരിക്കും സ്ട്രേഞ്ചേഴ്സിനും അതുപോലെ തന്നെ ചാൻസ് അക്വൈൻറ്റൻസസിനും താല്പര്യം ഉണ്ടാവുക, അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ. ഓൺ ദ മാറ്റർ ഓഫ് ഡയറ്റ്, ഇനി ഫ്രാംപ്ടൺ പറയാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ദേ ആർ നോട്ട് സോ മച്ച് ഇൻ അഗ്രിമെന്റ്. എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെ അല്ല പറയുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഡോക്ടേഴ്സ് എഗ്രി ചെയ്യുന്നില്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർക്ക് വിയോജിപ്പുണ്ട്. ഹി കണ്ടിന്യൂഡ്. നോ, സെഡ് ഫ്രാംപ്ടൺ, സെഡ് മിസ്സിസ് ആപ്പിൾട്ടൺ ഇൻ എ വോയിസ് വിച്ച് ഓൺലി റിപ്ലേസ്ഡ് എ ലോൺ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട്, ഇത്രയൊക്കെ സംസാരിച്ചിട്ടും മിസ്സിസ് ആപ്പിൾട്ടൺ ഒന്നും പറയുന്നില്ല, കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതന്നെയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടാണ്? ഓപ്പൺ വിൻഡോയിലേക്കും അതുപോലെ തന്നെ അതിനപ്പുറത്തുള്ള മുറ്റത്തുമാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ അവസാനത്തിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവസാന നിമിഷത്തിൽ അവരൊന്ന് കോട്ടുമായിട്ടു. ലാസ്റ്റ് നിമിഷത്തിൽ എന്താ സംഭവിച്ചത്? മിസ്സിസ് ആപ്പിൾട്ടൺ ലാസ്റ്റ് ദിവസത്തിൽ ഇൻ എ വോയിസ് വിച്ച് ഓൺലി റീപ്ലേസ്ഡ് എ യോൺ അറ്റ് ലാസ്റ്റ് മൊമെന്റ്, ആ ലാസ്റ്റ് നിമിഷത്തിൽ മിസ്സിസ് ആപ്പിൾട്ടൺ എന്തു പറഞ്ഞു? നോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ലാസ്റ്റ് നിമിഷത്തിൽ, അവസാനം, അതുവരെ ഒന്നും മിണ്ടിയില്ല, അവസാനം അവരൊന്ന് നോ എന്ന് പറഞ്ഞു. ഇനി ആ നോയെ കുറിച്ച് പറയാണ്. ഒരാളൊരു സംസാരം കേട്ട് ബോറടിച്ചിട്ട് ഒരു കോട്ടുവായിടുന്നതിന് പകരം,
അപ്പൊ ബോറടിച്ച് കോട്ടുവായിടുന്നതിൻ്റെ ഒരു എഫക്റ്റ് മാത്രമാണ് ആ നോ എന്നുള്ളതിനുണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത്. അവരൊന്ന് കോട്ടുവായിട്ടു, അതും ഇൻ എ വോയിസ്. സോറി, അവരൊന്ന് നോ പറഞ്ഞു. ഞാൻ 1-2 പ്രാവശ്യമായി കോട്ടുവായിട്ടു എന്ന് പറയുന്നത്, കോട്ടുവായിട്ടു എന്നല്ല, നോ എന്ന്. അവർ നോ എന്ന് പറഞ്ഞു. നോ സെഡ് മിസ്സിസ് ആപ്പിൾട്ടൺ. അതും ഏത് സ്വരത്തിലാ? അത് അത്ര ഒരു താല്പര്യത്തിന്റെ സ്വരത്തിലല്ല, അതൊരു താല്പര്യമായിട്ട് നമ്മൾ എടുക്കണ്ട. ഇനി ആ നോ എന്നുള്ളതിനെ കുറിച്ച് പറയാണ്. ഇൻ എ വോയിസ്, ആ നോ എന്ന് പറയുന്ന ശബ്ദം, ആ സ്വരം എന്ന് പറയുന്നത് താല്പര്യത്തിൻ്റെതല്ല. വിച്ച് ഓൺലി റീപ്ലേസ്ഡ് എ യോൺ അറ്റ് ദി ലാസ്റ്റ് മൊമെന്റ്. യോൺ മീൻസ് കോട്ടുവായിടുന്നത്. കാരണം നമ്മൾ കുറേ നേരം സംസാരം കേട്ടിട്ട് നമുക്ക് ബോറടിക്കുമ്പോൾ കോട്ടുവായിടുമ്പോൾ കേൾക്കുന്ന ആൾക്കുണ്ടാവുന്ന ഫീലിംഗ് ഇല്ലേ, ആ ഒരു കോട്ടുവായുടെ പകരം അല്ലെങ്കിൽ ഒരു കോട്ടുവായിടുന്ന എഫക്റ്റ് മാത്രമാണ് എന്തിനുള്ളത്, ആ ഒരു നോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോയില് ഈ സംസാരം കേട്ട് ഒരു കോട്ടുവായിടുന്ന അവസ്ഥ എന്താണ് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീല്. ആ സമയത്ത് ബോറടി കൊണ്ടാണല്ലോ കോട്ടുവായിടുന്നത്. അതേ ഒരു എഫക്റ്റ് മാത്രമാണ് ആ നോ എന്ന് പറഞ്ഞത് ക്രിയേറ്റ് ചെയ്തത്. Then she suddenly brightened into alert attention. പെട്ടെന്ന് കണ്ടു മിസ്സിസ് ആപ്പിൾട്ടന്റെ ശ്രദ്ധ കൂടി, അവർ അലേർട്ടായി, അവർ കൂടുതൽ അറ്റൻറ്റീവായി. എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ ശ്രദ്ധിച്ചത് മിസ്റ്റർ നട്ടലിനെ അല്ല, but not to Frampton was what Frampton was saying. എന്താണോ ഫ്രാംപ്ടൺ പറയുന്നത് അതിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യത്തിലല്ല അവർ അലേർട്ടായത്. പകരം അവർ അലേർട്ടായത് ഗേറ്റിന് അങ്ങോട്ട് നോക്കാനാണ്. കാരണം അതുവരെ അവർ കോട്ടുവായി ഇടുന്ന ഒരു അവസ്ഥയിലാണ്. നോ എന്ന് പറഞ്ഞെങ്കിലും അവർ വളരെ ബോറിംഗ് ആയിരിക്കും. ഈ സംസാരം അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു രീതിയിലാണ് അവർ ഇരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് കണ്ടു അവർ വളരെ അലേർട്ടായി, അവർ വളരെ അറ്റൻറ്റീവായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർ അറ്റൻറ്റീവ് ആയത് വാട്ട് ഫ്രാംപ്ടൺ വാസ് സേയിങ്, നോട്ട് ടു വാട്ട് ഫ്രാംപ്ടൺ വാസ് സേയിങ്. എന്താണോ ഫ്രാംപ്ടൺ പറയുന്നത് ആ ഫ്രാംപ്ടൺ പറയുന്നതിലേക്കല്ല അവർ അറ്റൻറ്റീവ് ആയത്. ബട്ട് എങ്ങോട്ടാ? ടു ദ ഓപ്പൺ വിൻഡോ, അല്ലെങ്കിൽ ടുവാർഡ്സ് ദ ഓപ്പൺ വിൻഡോ. ആ ഓപ്പൺ വിൻഡോയുടെ ഭാഗത്തേക്ക്, അങ്ങോട്ടാണ് അവര് വളരെ അറ്റൻറ്റീവ് ആയിട്ട് അവർ ശ്രദ്ധിച്ചത്. അങ്ങനെ അവർ പറയാം, here they are at last, she cried. അവർ ഉറക്കെ പറയാണ്, ഓ അവസാനം അവർ തിരിച്ചെത്തി. just in time for tea. അവൾ പറയാണ്, അതും ചായയുടെ സമയത്താണ്. don't they look as if they were muddy up to the eyes. അതായത് അവരുടെ ശരീരം മൊത്തം അഴുക്കാണ് അല്ലെ, up to the eyes, ഏതുവരെ? കണ്ണുവരെ അല്ലെ. don't they look as if they were muddy up to the eyes. അതായത് കണ്ണുവരെ, ദേഹം മുഴുവൻ അഴുക്കാണെന്നൊന്നും അവർ പരിഗണിക്കില്ല. ചായയുടെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ ആ അഴുക്ക് കഴുകാനോ മറ്റോ അതൊന്നും അവർ നിൽക്കില്ല. അവരെത്തിക്കഴിഞ്ഞാൽ ചായയുടെ സമയമാണ്, അവർക്ക് ചായ വേണ്ടി വരും. അതായത് അഴുക്കൊന്നും അവർക്ക് ഒരു വിഷയമാവില്ല. ഫ്രാംപ്ടൺ ഷിവേർഡ് സ്ലൈറ്റ്ലി. ഇത് കേട്ട് ഫ്രാംപ്ടൺ ചെറുതായി ഒന്ന് വിറച്ചു. ആൻഡ് ടേൺ ടുവേർഡ്സ് ദ നീസ് വിത്ത് എ ലുക്ക് ഇന്റൻഡഡ് ടു കൺവേ സിമ്പതറ്റിക് കോംപ്രിഹെൻഷൻ. തൻ്റെ നോട്ടത്തിൽ ഒരു സഹതാപത്തോടു കൂടി അയാള് വരെ ഒന്ന് നോക്കി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ പറഞ്ഞതൊക്കെ ശരിയാണ്. അതായത് ഇപ്പോഴും അമ്മായി അതേ ചിന്തയിലാണ് അല്ലെ, അവര് തിരിച്ചു വരുമെന്ന വിശ്വാസത്തിലാണ് ആര്? അമ്മായി. നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന അർത്ഥത്തിൽ വരെ ഒന്ന് നോക്കി. ഒരു സിമ്പതറ്റിക് കോംപ്രിഹെൻഷൻ, ഒരു സഹതാപത്തിന്റെ ഒരു ഇതിൽ ഒന്ന് നോക്കി. The child was staring out through the window. ഈ സമയത്ത് അവളാണെങ്കിലോ ആ വിൻഡോയിലൂടെ, തുറന്നിട്ടിരിക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോയിലൂടെ അവൾ ഇങ്ങനെ പുറത്തേക്ക് തുറിച്ചു നോക്കുകയാണ്. വിത്ത് ഡാസ്ഡ് ഹൊറർ ഇൻ ഹെർ ഐസ്. അവളെ കണ്ണുകളിൽ നല്ല ഭീതിയുണ്ട്, നല്ല ഭയത്തോടു കൂടി എന്തോ അപകടകരമായ, വളരെ ഭയപ്പെടുത്തുന്ന എന്തോ കാഴ്ച കണ്ട രീതിയിൽ അവള് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഇൻ എ ചിൽ ഷോക്ക് ഓഫ് നെയിംലെസ് ഫിയർ, പറയാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു ഭയത്തിന്റെ ഒരു ഷോക്കില് ഫ്രാംപ്ടൺ സ്വങ് റൗണ്ട് ഇൻ ഹിസ് സീറ്റ്, തൻ്റെ ഇരിപ്പിടത്തില് അയാളൊന്ന് ഇരുന്ന് കറങ്ങി. ആൻഡ് ലുക്ക്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അവൾ നോക്കുന്ന അതേ ഡയറക്ഷനിലേക്ക് അയാൾ നോക്കി. ഡീപ്പനിങ് ടു ലൈഫ്, 3 figures were walking across the lawn towards the window. അയാൾ കാണാണ് ആ വിൻഡോ ലക്ഷ്യമാക്കിയിട്ട് ഡീപ്പനിങ് ടു ലൈറ്റ്, ഇരുട്ട് കൂടി വരുന്ന ആ ഇരുണ്ട വെളിച്ചത്തിൽ 3 രൂപങ്ങള് ആ വിൻഡോ ലക്ഷ്യമാക്കി നടന്നു വരുന്നു. They all carried guns under their arms. അവരുടെ എല്ലാം കക്ഷത്ത് തോക്കുകളുണ്ട്. And one of them was additionally burdened. കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രമായിട്ട് പ്രത്യേകമായിട്ടൊരു ബേർഡുണ്ട്, ഭാരമുണ്ട്. എന്താണത് ആ ഭാരം, ആ സാധനം? വിത്ത് എ വൈറ്റ് കോട്ട് ഹങ് ഓവർ ഹിസ് ഷോൾഡേഴ്സ്. അതിൽ ഒരാൾ മാത്രം, അയാൾക്ക് മാത്രമായിട്ട് ഒരു അഡീഷണൽ ബേർഡൻ, മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു ഭാരമായിട്ട് അയാളുടെ ഷോൾഡറിൽ ഒരു കോട്ട് ഇങ്ങനെ അയാൾ തൂക്കിയിട്ടിട്ടുണ്ട്. A tired brown spaniel kept close at their heels. അവരുടെ മടമ്പിന് ചേർന്ന് ക്ഷീണിതനായിട്ട് സ്പാനിയല്, ഡോഗും നടക്കുന്നുണ്ട്. Noiselessly they neared the house. ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ അവരാ വീടിനോട് അടുത്തു. And then a hoarse young voice chanted out of the dusk. ആ ഒരു സന്ധ്യാസമയത്ത്, ആ വൈകുന്നേര സമയത്ത് കൂട്ടത്തിൽ വളരെ ചെറുപ്പക്കാരനായ വ്യക്തി, യുവത്വമുള്ള ശബ്ദത്തില്, ഒരു യങ് വോയിസ്, പരുക്കനായിട്ടുള്ള ശബ്ദത്തില് പാടി. എന്താണ് പാടിയത്? I said, Betty, why do you bound? ഇത് കേട്ടതും ഫ്രാംപ്ടൺ grabbed wildly at his stick. ഫ്രാംപ്ടൺ വന്യമായിട്ട് തൻ്റെ വടി പരതി. ആൻഡ് ഹാറ്റ്, തൊപ്പിയും. ദ ഹാൾ ഡോർ, അതിനുശേഷം അയാള് ഇറങ്ങി ഓടുകയാണ് നേരെ ഹാൾ ഡോർ. അതുപോലെ തന്നെ ദ ഗ്രാവൽ ഡ്രൈവ്, കല്ലുപാകിയ ചരൽക്കല്ലുള്ള ആ വഴി. ദ ഫ്രണ്ട് ഗേറ്റ്, അതും കഴിഞ്ഞ് ആ ഫ്രണ്ട് ഗേറ്റും കടന്ന് അയാൾ ഓടുകയാണ്. Were dimly noted stages in his headlong retreat. ആ മങ്ങിയ വെളിച്ചത്തില് അയാള് ഹെഡ്ലോങ് റിട്രീറ്റ്, അയാൾ പിന്തിരിഞ്ഞ്, അയാൾ തിരിഞ്ഞോടുന്നു. റിട്രീറ്റ്, അയാൾ തിരിഞ്ഞോടുകയാണ്. അങ്ങനെ ആ തിരിഞ്ഞോടുമ്പോ a cyclist coming along the road had to run into the hedge. അതുവഴി വന്ന ഒരു സൈക്ലിസ്റ്റ് അയാളുടെ സൈക്കിള് അവിടെയുള്ള വേലിയിലേക്ക് ചവിട്ടി കയറ്റിയത് കൊണ്ട്, സൈക്ലിസ്റ്റ് അയാളെ സൈക്കിള് വേലിയിലേക്ക് ടു റൺ, ചവിട്ടി കയറ്റി. എന്തിനു വേണ്ടി? ടു അവോയ്ഡ് ആ ഇമ്മിനന്റ് കൊളീഷൻ, അവിടെ അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന ഒരു കൊളീഷൻ, ഒരു കൂട്ടിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ ആ സൈക്ലിസ്റ്റ് ആ സൈക്കിള് ആ ഹെഡ്ജിലേക്ക്, ആ വേലിയിലേക്ക് ഓടിച്ച് കയറ്റിയില്ലായിരുന്നുവെങ്കിൽ കണ്ണും മൂക്കുമില്ലാതെ ഓടി വരുന്ന മിസ്റ്റർ നട്ടലും ആ സൈക്കിളും തമ്മിൽ, സൈക്ലിസ്റ്റും തമ്മിൽ കൂട്ടിമുട്ടുമായിരുന്നു. ഹിയർ വി ആർ മൈ ഡിയർ സെഡ് ദ ബിയറർ ഓഫ് വൈറ്റ് മാക്കിൻടോസ്. അതായത് ആ കോട്ട് കയ്യിൽ തൂക്കിയ മനുഷ്യൻ കൂട്ടത്തില് അയാൾ പറയാണ്, ഡിയർ, അവസാനം ഞങ്ങൾ ഇവിടെ എത്തി. കമ്മിങ് ഇൻ ത്രൂ ദ വിൻഡോ. ഇത് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആ വിൻഡോയിലൂടെ അകത്തേക്ക് വന്നത്. ഫെയറി മഡി, നന്നായിട്ട് ചെളിയുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഡ്രൈ, പക്ഷേ ചളി അധികവും ഉണങ്ങിയിട്ടുണ്ട്. ഹു വാസ് ദാറ്റ്? അയാൾ വന്ന ഉടനെ ചോദിക്കാം, ആ വന്നത് ആരാണ്? അതായത് മിസ്സിസ് സാപ്പിൾട്ടൺ ആണ്, സാപ്പിൾട്ടന്റെ ഭർത്താവ്. അയാൾ വന്നതും ആദ്യം ചോദിച്ചതാണ്, ഇതാണ് ചോദിച്ചത്, ഹു വാസ് ദാറ്റ്? ആരാണത്? ഹു ബോൾട്ടഡ് ഔട്ട് ആസ് വി കെയിം അപ്പ്? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു മനുഷ്യൻ അങ്ങോട്ട് പുറത്തേക്ക് കുതിച്ചു പോയല്ലോ, ആ ഓടിപ്പോയല്ലോ. ഹു വാസ് ദാറ്റ്? ആ വ്യക്തി ആരാ?
എ മോസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി മാൻ മിസ്റ്റർ നട്ടൽ സെഡ് മിസ്സിസ് ആപ്പിൾട്ടൺ. അപ്പൊ മിസ്സിസ് ആപ്പിൾട്ടൺ പറയാം അത് മിസ്റ്റർ നട്ടൽ ആണത്. അതായത് ആൻ എക്സ്ട്രാ ഓർഡിനറി മാൻ, ഒരു അസാധാരണമായിട്ടുള്ള ഒരു മനുഷ്യൻ. could only talk about his illness. അയാൾ വന്നിട്ട് അയാളുടെ അസുഖത്തെ കുറിച്ച് മാത്രമാണ് അയാൾ സംസാരിച്ചത്. ഡാഷ്ഡ് ഓഫ് വിത്തൗട്ട് എ വേർഡ് ഓഫ് ഗുഡ് ബൈ. അത് മാത്രമല്ല, പോകുമ്പോ കേവലം ഒരു ഗുഡ് ബൈ പോലും പറയാതെ അയാൾ ഓടിപ്പോയി. ഓർ അപ്പോളജി വെൻ യു അറൈവ്, അല്ലെങ്കിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളോട് ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ ഒരു സോറിയോ പറയാതെ, ഒരു ഗുഡ് ബൈയോ പറയാതെ ആ മനുഷ്യൻ ഓടിപ്പോയി. ഒരു അസാധാരണമായ മനുഷ്യൻ തന്നെ. വൺ മിസ്റ്റർ നട്ടൽ. One would think he had seen a ghost. I expect it was the spaniel, said the niece calmly. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അനന്തിരവള്, ആ നീസ് ഉണ്ടല്ലോ, വരാം, അവള് വളരെ ശാന്തമായിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാം ഒപ്പിച്ചത് ആരാണ്? അവളാണ് അല്ലെ? അവള് പറഞ്ഞ കഥ ആ പാവം മിസ്റ്റർ നട്ടൽ വിശ്വസിച്ചു. എന്നാൽ അവസാനം ഇപ്പൊ അവൾ അടുത്ത കഥ പറയാണ്. എന്താ അവള് പറയുന്നത്? വൺ വുഡ് തിങ്ക്, അയാൾ ഓടിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കും ഈ ഹാഡ് സീൻ എ ഗോസ്റ്റ്, അയാൾ ഒരു പ്രേതത്തെ കണ്ട് ഓടിപ്പോവാണെന്ന് നമ്മൾ വിചാരിക്കും. ഐ എക്സ്പെക്ട് ഇറ്റ് വാസ് ദ സ്പാനിയൽ, സെഡ് ദ നീസ് കാംലി. വളരെ ശാന്തമായിട്ട് അവൾ പറയാം. പക്ഷേ അയാൾ ഓടിപ്പോയതിന്റെ കാരണം സ്പാനിയൽ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സ്പാനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോഗ്. ഹി ടോൾഡ് മീ ദാറ്റ്. അടുത്ത നുണക്കഥ അവൾ പറയാൻ പോവുക. എന്താണ് അവൾ പറയുന്നത്? ഹി ടോൾഡ് മീ, അതായത് അടുത്തതായി ഇത്രയും നേരം അവള് മിസ്റ്റർ നട്ടലിനെ ഒരു കഥ പറഞ്ഞു പറ്റിച്ചു. അതിനുശേഷം അടുത്ത കഥ മിസ്സിസ് സാപ്പിൾട്ടനോടും മിസ്റ്റർ സാപ്പിൾട്ടനോടും കൂടി അവൾ പറയാം. ഹി ടോൾഡ് മീ ഹി ഹാഡ് എ ഹൊറർ ഓഫ് ഡോഗ്സ്. അയാൾക്ക് ഡോഗ്സിനെ പേടിയാണെന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഹി വാസ് വൺസ് ഹൺഡ്രഡ് ഇൻടു എ സെമിത്തേരി. ഒരിക്കൽ അയാളെ ഒരു സെമിത്തേരിയിലേക്ക് ഓടിച്ച് കയറ്റി. സംവെയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഗാഞ്ചസ് ബൈ എ പാക്ക് ഓഫ് പാരിഷ് ഡോഗ്സ്. അതായത് ഒരിക്കൽ ഒരു കൂട്ടം തെരുവ് നായ്ക്കള് ഗംഗാ തീരത്ത് എവിടെയോ വെച്ച് അയാളെ ഒരു സെമിത്തേരിയിലേക്ക്, ഗാഞ്ചസ് മീൻസ് റിവർ ഗംഗ, ഗംഗാ നദിയുടെ ബാങ്ക്സ്, തീരത്തു വെച്ച് ഒരിക്കൽ ഒരു കൂട്ടം നായ്ക്കള്, ഡോഗ്സിന്റെ കൂട്ടത്തിന് നമ്മൾ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാ പറയാം. ഡോഗിന്റെ കൂട്ടം കേട്ടോ, ഗ്രൂപ്പ് എന്നല്ല പറയാം. പാക്ക് ഓഫ് ഡോഗ്സ് അത് ഒരു കൊളോക്കേഷൻ ആണത്. അപ്പൊ ഒരു കൂട്ടം ഡോഗ്സ് ഗംഗയുടെ തീരത്ത് വെച്ച് എവിടെയോ ഒരു സെമിത്തേരിയിലേക്ക് അയാളെ ഡോഗ്സ് ഓടിച്ചു. രക്ഷാർത്ഥം അയാള് സെമിത്തേരിയിലേക്ക് ഓടിക്കയറി. അത് മാത്രമല്ല, ഹാഡ് ടു സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ന്യൂലി ഡഗ് ഗ്രേവ്. അതായത് രാത്രി മുഴുവൻ ഒരു ന്യൂലി ഡഗ് ഗ്രേവ്, പുതുതായിട്ട് കുഴിച്ച ഒരു ശവക്കുഴിയിലാണ് അയാൾ ചെലവഴിച്ചത്. അതുമാത്രമല്ല ഇതിന്റെ ദുരന്തം. വിത്ത് ദ ക്രിയേച്ചേഴ്സ് സ്നാർലിംഗ് ആൻഡ് ഗ്രിന്നിങ് ആൻഡ് ഫോമിങ് ജസ്റ്റ് അബവ് ഹിം. ഈ ശവക്കുഴിക്ക് തൊട്ടു മുകളിലായിട്ട് ഈ ഡോഗ്സ്, അതായത് അയാളെയും നോക്കിയിട്ട് ഈ ക്രിയേച്ചേഴ്സ്, ഈ ഡോഗ്സ് സ്നാർലിംഗ് മുരണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഗ്രിന്നിങ് പല്ലിളിച്ച് വാ തുറന്ന് കാണിച്ചിട്ടും ഫോമിങ് ജസ്റ്റ് അബവ് ദം അയാൾ തൊട്ടു മുകളിലായിട്ട് അവയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുരയിപ്പാതൊക്കെ വന്നിട്ട്, ഇത്തരം ഒരു സാഹചര്യത്തില് ഒരു രാത്രി മുഴുവൻ അയാള് ഒരു ന്യൂലി ഡഗ് ഗ്രേവില് രാത്രി മുഴുവൻ ചെലവഴിക്കേണ്ടി വരികയുണ്ടായി. അതിനുശേഷം അയാൾക്ക് ഡോഗ്സിനെ പേടിയാണെന്ന് അയാൾ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്. ദെൻ ഇനഫ്, ഇത് ധാരാളമാണ്. എന്തിന്? ടു മേക്ക് എനിവൺ ദെയർ നോ. ഏതൊരാളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് ഡോഗ്സിനെ കാണുമ്പോൾ അവരുടെ നിയന്ത്രണം പോവാൻ, ദെയർ നോ, അവരുടെ മനോനില തെറ്റാൻ ഇതന്നെ എത്രയോ ആണ്. ഇത്രയാണ് ഈ സ്റ്റോറി. ഇനി അവസാനം നോക്കൂ.
റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ് വാസ് ഹെർ സ്പെഷ്യാലിറ്റി. റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ്. റൊമാൻസ് നോക്കൂ, എന്താണ് റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ സാധാരണ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, സാധാരണ നമ്മൾ റൊമാൻസ് മറ്റൊരർത്ഥത്തിലാണ് എടുക്കുന്നത്. അതായത് ചിലർ പറയുമ്പോൾ റൊമാൻസ് എന്ന് പറയുമ്പോൾ പ്രേമം എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, അത്തരമൊരു അവസ്ഥകൾ ചില ആളുകൾ പറയും ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ പറയില്ലേ. എന്നാൽ റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൊമാൻസ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിൽ അതല്ല. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് കാൽപ്പനികത എന്നാണ്. ദാറ്റ് മീൻസ് ഒരു കവിതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കഥയെ സംബന്ധിച്ചിടത്തോളം കഥ എഴുതുമ്പോൾ gives more importance to ഇമാജിനേഷന് പ്രാധാന്യം നൽകുക, ഭാവനയ്ക്ക് പ്രാധാന്യം നൽകുക. ഭാവന എന്നാണ് എന്തിനർത്ഥം? ഭാവന. കാരണം ഭാവനയുള്ള ആൾക്ക്, നല്ല ഇമാജിനേഷൻ ഉള്ള ഒരാൾക്ക് എത്ര പെട്ടെന്നും അയാളുടെ ഉള്ളിൽ നിന്നും ഒരു സൃഷ്ടി വരും. അതാണ് ആരുടെ പ്രത്യേകത? വെറയുടെ പ്രത്യേകത. റൊമാൻസ്, അവൾക്ക് നല്ല ഭാവനയുണ്ട്. റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ്, അതായത് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ ഷോർട്ട് ടൈം, അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ റൊമാൻസ്, അവൾക്ക് ഭാവന വരും അല്ലെ. പെട്ടെന്ന് എന്ത് ചെയ്യും, കുറഞ്ഞ നമ്മൾ നിമിഷ കവി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവള് ഒരു കഥ മെനഞ്ഞുണ്ടാക്കും. അതിനുള്ള കഴിവ് അവൾക്കുണ്ട്. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ് വാസ് ഹെർ സ്പെഷ്യാലിറ്റി. ഇതാണ് ആരുടെ സ്പെഷ്യാലിറ്റി? വെറയുടെ. അപ്പൊ വാട്ട് വാസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് വെറ ഇൻ ദ സ്റ്റോറി ദ ഓപ്പൺ വിൻഡോ? ആൻസർ എന്താണ്? ആൻസർ റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ്, അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, ഒരു ഇമാജിനറി കഥ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു കഴിവ്, അതാണ് റൊമാൻസ് അറ്റ് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ദ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസ് റീഡിങ് ഓഫ് ദ സ്റ്റോറിയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു പോയുണ്ട്. ആ പോയം കഴിഞ്ഞാൽ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആണ് എടുക്കാനുള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കും. മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ഗ്രാമറാണ്. അത് നമുക്കൊന്നും കൂടി എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ റിപ്ലൈ തരും. അതുപോലെ നിങ്ങൾ മാക്സിമം ആളുകൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സഹായിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.